ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അകക്കൂടെ ഒരു തലപ്രാന്ത് പിടിച്ച അവസ്ഥ, കുറേ പഠിക്കാനുണ്ട്, ഇങ്ങനെ നോക്കുമ്പം വല്ലാത്തൊരവസ്ഥ, എവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. മക്കളെ, നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ഇനി ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാതെ പോവരുത്. നിർബന്ധമായിട്ടും അതെങ്കിലും പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പത്. എല്ലാം പഠിക്കണം, എല്ലാ ഭാഗത്തുനിന്നും വരും. നിങ്ങൾക്ക് ഫുൾ മാർക്കും A+ ഒക്കെയാണ് സെറ്റാവണമെങ്കിൽ എന്തായാലും എല്ലാം പഠിക്കണം. പക്ഷേ ഞാൻ പറയുന്നത്, ഇനി ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും അതെങ്കിലും പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പെടുത്തണം. അത് പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം പഠിച്ചോളൂ. അത് നിർബന്ധമായിട്ടും പഠിക്കണം, ബാക്കിയുള്ളതും പഠിക്കണം. പക്ഷേ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഇനി എവിടെയെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ, ഒരു 3-4 ചാപ്റ്റർ ബാക്കിയാണ്, ഇനിയും പെൻഡിങ് ആണ്, ഇനിയും പഠിക്കാൻ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ മക്കൾസ്, ഇനി ഞാൻ പറയുന്ന ഓരോ ചാപ്റ്ററിലെയും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചെന്നോ എന്തായാലും ഉറപ്പ് വരുത്തേണ്ടുന്ന ടോപ്പിക്കുകൾ ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പിക്കണം. ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ സ്ഥിരം എക്സാമിന് വരുന്നതാണ്. ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ ടെമ്പറേച്ചറായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റും ഒക്കെ ഉണ്ട്. സോ അത് നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ഇതിൻ്റെ ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. പഠിച്ചിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഈ നോട്ട് ഉപയോഗിച്ചിട്ട് അങ്ങ് പഠിച്ചോളൂ ആവശ്യമുള്ളവർ. ഓക്കെ. ദെൻ റൗൾസ് ലോ. ഹെൻറീസ് ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഹെൻറീസ് ലോ പോലെ തന്നെ അവിടെ ഇക്വേഷൻ ഉണ്ട്, ഗ്രാഫ് ഉണ്ട്. പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണേ മക്കളെ. റൗൾസ് ലോ എന്ന് വരുന്ന 2 ടൈപ്പ് സൊല്യൂഷൻസ് ആണ്, പോസിറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷനും നെഗറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷനും. അതും പഠിച്ചില്ലേ, അതിൻ്റെ ഡിഫറൻസുകൾ മനസ്സിലാക്കി പഠിച്ച് വെക്കുക. അസിയോട്രോപ്സ് എന്ന് പറയുന്ന വിഭാഗം മോഡലിന് ചോദിച്ചിട്ടില്ല ഐ തിങ്ക്, എങ്കിൽ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അസിയോട്രോപ്പിൻ്റെ പോയിന്റുകൾ, 2 ടൈപ്പ് അസിയോട്രോപ്പുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് നോക്കുക. ദെൻ സൊല്യൂഷൻസിൽ ഏറ്റവും അവസാനം വരുന്ന 2 ടോപ്പിക്കാണ് ഓസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ പറയുന്ന ഭാഗം മക്കളെ. സോ ഓസ്മോസിസ് എന്താ, ഓസ്മോട്ടിക് പ്രഷർ എന്താ, സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മെയിനായിട്ട് സ്ഥിരം ഈ പിക്ചർ വെച്ചിട്ട് റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ സൊല്യൂഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ കട്ടല്ലേ എന്നെൻ്റെ മക്കൾ ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഓരോ ടോപ്പിക്കുകളൊക്കെ. സോ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തേണ്ടുന്ന ചില കാര്യങ്ങൾ പറയാം. വെയിറ്റ്. ദെൻ നോക്കിയേ, ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഷീ എന്ന് പറയുന്ന ഭാഗം, ഷീയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഇലക്ട്രോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ വലിയ പോയിന്റ് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പോയിന്റുകളാണ്. ഷീയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ചിത്രം അങ്ങ് വരച്ചു കൊടുത്ത് പിന്നെ ഇൻവിജിലേറ്ററിന് സെറ്റ് ആയിക്കോളുക. പിന്നെ ആ ചിത്രം വരയ്ക്കുക, എന്നിട്ട് ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നേൺസ് ഇക്വേഷൻ ഓരോ ടൈപ്പ് നേൺസ് ഇക്വേഷൻ, ജനറൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ദെൻ നേൺസ് ഇക്വേഷനും ക്യൂസിയും തമ്മിലുള്ള ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം നേൺസ് ഇക്വേഷനും ക്യൂസിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡ് ബൈ n ലോഗ് QC. ഇത് QC ആയിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ഇനി ലോഗ് നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽസ് അല്ലെങ്കിൽ ആ ക്യൂസിൻ്റെ സ്ഥാനത്ത് Zn2 + ഡിവൈഡ് ബൈ ഇതന്നെ അങ്ങനെ തന്നെ വരും. എന്നിട്ട് ലോഗ് QC എന്നുള്ളടത്ത് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 + ഡിവൈഡ് ബൈ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് വരും. കാരണം ക്യൂസിൻ്റെ സ്ഥാനത്ത് ഡാനിയൽസ് എല്ലാം ആകുമ്പോൾ സിങ്കും കോപ്പറും ആണ്, നിങ്ങൾക്കറിയാം. KCയുടെ സ്ഥാനത്താകുമ്പോൾ E സെൽ 0 ആവും. അപ്പോൾ ഇക്വേഷൻ E0 സെൽ ഈക്വൽ ടു എന്നാവും. E സെൽ ഈക്വൽ ടു അല്ല, E0 സെൽ ഈക്വൽ ടു 0.059 ഡിവൈഡ് ബൈ n ലോഗ് KC എന്നാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ E സെൽ 0 ആയിരിക്കും, KC ആകുമ്പോൾ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ. നേൺസ് ഇക്വേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ന്യൂമറിക്കൽ സ്ഥിരം വരുന്നൊരു ചോദ്യം ഇക്വേഷനാണ്. ഡെൽറ്റ G0 സെൽ ഈക്വൽ ടു ഗിബ്സ് ഫ്രീ എനർജി അല്ലേ, ഡെൽറ്റ G0 സെൽ ഈക്വൽ ടു അഥവാ ഡെൽറ്റ G0 ഈക്വൽ ടു -NFE0 സെൽ. -NFE0. നേൺസ് ഇക്വേഷൻ എല്ലാം സെറ്റല്ലേ നോക്കുക. ദെൻ ഈ ചാപ്റ്ററിൽ നേൺസ്, കൊളറാഷ്, ഫാരഡേ എന്ന് പറഞ്ഞ കുറച്ച് സയൻറ്റിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ കൊളറാഷസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് കൊളറാഷസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ലേ, പോയി പഠിക്കുക. കൊളറാഷസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റായിട്ട് പഠിച്ചോ. കൊളറാഷസ് ലോ എന്താണെന്ന് വരും, അതിൻ്റെ ന്യൂമറിക്കൽ സാധാരണ വരാറുണ്ട്, മോഡലിന് വന്നു. കൊളറാഷസ് ലോൻ്റെ അപ്ലിക്കേഷൻസ്, കൊളറാഷസ് ലോൻ്റെ എന്തൊക്കെയാണ് കൊളറാഷസ് ലോ കൊണ്ടുള്ള അപ്ലിക്കേഷൻസും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഫാരഡേയുടെ 2 ലോസ്, ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ എക്സാം ഹാളിലേക്ക് കാലെടുത്ത് വെക്കുന്നതെന്ന് ഉറപ്പിക്കുക. ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞും പഠിച്ച് സെറ്റാക്കുക. ദെൻ ലേഡ് സ്റ്റോറേജ് ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ബാറ്ററികളുടെ അതിൽ ലേഡ് സ്റ്റോറേജ് ബാറ്ററി ഒക്കെ എന്തായാലും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് ചെയ്തതാണ്. ലേഡ് സ്റ്റോറേജ് ബാറ്ററി, അതിൻ്റെ ആനോഡ് ആരാ, കാഥോഡ് ആരാ, ഇലക്ട്രോലൈറ്റ് ആരാണ്, അതിൻ്റെ റിയാക്ഷൻസ് ആരാണ്, പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 3-4 പ്രാവശ്യം എഴുതി പഠിച്ച് മൈൻഡിൽ സെറ്റല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. മക്കളെ, ഫ്യൂവൽ സെൽസ് ഏറ്റവും ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ പല തവണ ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ, PYQs നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് പല തവണ ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് ഫ്യൂവൽ സെല്ലെന്നും
ഫ്യൂൽ സെല്ലിൻ്റെ എക്സാമ്പിളായ H2O2 ഫ്യൂൽ സെല്ലിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും പക്ക ക്ലിയർ ആക്കി പോവുക. അങ്ങനെയാണെങ്കിൽ വലിയൊരു ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇതെങ്കിലും പഠിച്ചില്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്കുകളെങ്കിലും അവസാനം കൊറോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ഇതെങ്കിലും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നമ്മൾ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സിലേക്കാണ്. കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് വരുന്നത് ഓർഡർ മോളിക്കുലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസുകൾ നിങ്ങളുടെ മൈൻഡിൽ ഇല്ലേന്ന് സെറ്റാക്കുക. ഓർഡറും മോളിക്കുലാരിറ്റി എന്താണ്, അതിൻ്റെ ഡിഫറൻസുകൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്, ഞാൻ അത് പറയാത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂമറിക്കൽ സ്ഥിരം വരാറുള്ളത്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ കറക്റ്റ് പഠിച്ചില്ലേന്നും അതിൻ്റെ ഗ്രാഫ് സെറ്റല്ലേന്നും. ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് സെറ്റാണെങ്കിൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് സീറോ ഓർഡറിൻ്റെ ഗ്രാഫ് സുഖമായിട്ട് കിട്ടും. സോ ഫസ്റ്റ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫ് ഇത് സെറ്റല്ലേ നോക്കുക. ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് വേറൊരു സംഭവമുണ്ട്, നിങ്ങൾക്കറിയാം, ഇത് ഒരു ടൈപ്പ് ഗ്രാഫാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് വേറെ ടൈപ്പ്, ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കും നമ്മൾ. അതിൽ നമുക്കിവിടെ ടി കൊടുക്കാം, ഇവിടെ ലോഗ് R കൊടുക്കാം, ഇവിടെ ലോഗ് R0 കൊടുക്കാം, ഇങ്ങനെയും വരാറുണ്ട്. സോ ലോഗ് R ലോഗ് R, ഇവിടെ ലോഗ് R0, ഇവിടെ സീറോ ഓർഡർ ആണെങ്കിൽ ഇവിടെ R0 വരും, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലോഗ് R0 വരും. സോ സ്ലോപ്പ് -k എന്ന് വരും സ്ലോപ്പ്. ഈ ഗ്രാഫും പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ഇത് നിങ്ങൾ രണ്ടും ടെക്സ്റ്റിലുള്ള ഗ്രാഫ് തന്നെയാണ്. സോ സീറോ ഓർഡർ ആണെങ്കിൽ ലോഗിന് പകരം R0 വരും. സോ അതാണ് ഫസ്റ്റ് ഓർഡർ. ഹാഫ് ലൈഫ് പീരീഡ് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഡെഫിനിഷൻ അറിയില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ ഇത് സീറോ ഓർഡറിൻ്റെ ഇക്വേഷനാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇത് സീറോ ഓർഡറിനാണ് ഈ ഇക്വേഷൻ ഉള്ളത്. ഫസ്റ്റ് ഓർഡറിനാണെങ്കിൽ നിങ്ങൾക്കറിയാം T half is equal to 0.693/K. ഓക്കെ. സോ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സ്യൂഡോ ഓർഡർ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന സ്യൂഡോ ഓർഡറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ വെള്ളത്തിൽ അലിയിപ്പിക്കുന്ന ഹൈഡ്രോലിസിസുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ഒക്കെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും എക്സാമ്പിളും. എന്താണ് സ്യൂഡോ ഓർഡർ എന്നും പഠിച്ചു വെക്കുക. ദെൻ മക്കളെ, കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. കൊളീഷൻ തിയറി ഈ ചാപ്റ്ററിൻ്റെ അവസാനം കെമിക്കൽ കൈനറ്റിക്സിൽ കൊളീഷൻ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കൊളീഷൻ തിയറി എന്നും എന്താണ് എഫക്റ്റീവ് കൊളീഷൻ എന്നും എന്താണ് ത്രഷോൾഡ് എനർജി എന്നൊക്കെ ഒന്ന് മൈൻഡിൽ സെറ്റാക്കി വെക്കുക മക്കളെ. അതും ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിലേക്കാണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് കേട്ടോ, ഡി ആൻഡ് എഫ് ബ്ലോക്ക്. അടുത്തത് ഏതാ മക്കളെ? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? യെസ്, ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ ഒരുപാട് 10-11 പ്രോപ്പർട്ടീസ് അതിൽ പഠിക്കുന്നതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇവർ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവുക. ദെൻ എപ്പോഴും ന്യൂമറിക്കൽ പോലും വരുന്നൊരു ഭാഗമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നിങ്ങൾക്കറിയാം μ = √n/n+2 എന്ന് പറയുന്ന μ = √n/n+2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മ്യൂവിൻ്റെ ഇക്വേഷൻ വരുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അൺപെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്, പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്, അതിൻ്റെ വാല്യൂ ഒക്കെ വെച്ചുള്ള ഭാഗങ്ങൾ. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി മെയിൻ സെറ്റ് അല്ലേ. ദെൻ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്താണ്, ചിലപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് എന്താണെന്നും ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഒരിക്കലും വിട്ടുപോകാത്ത ഡി ആൻഡ് എഫിൽ നമ്മൾ പ്രയോറിറ്റി നമ്പർ 1 കൊടുക്കുന്ന പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് പ്രിപ്പറേഷൻ ചോദിച്ചു. ഏതിന്? മോഡലിന്. ചിലപ്പോൾ പബ്ലിക്കിന് പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചേക്കാം, ചിലപ്പോൾ ഇത് തന്നെ ചോദിച്ചേക്കാം. മോഡലിന് ചോദിക്കുന്നത് പബ്ലിക്കിന് വരില്ല എന്നൊന്നുമില്ല. സോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷൻ, പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന് പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്നും അതിൻ്റെ കോൺസീക്വൻസസ് എന്താണെന്നും പഠിച്ച് സെറ്റാക്കുക. സാറേ ഇതൊക്കെ പഠിക്കുക, അതൊക്കെ പഠിച്ച് സെറ്റായില്ലേന്ന് ഉറപ്പിക്കുക. എവിടെ കിട്ടും? ഞങ്ങൾക്ക് എക്സാമിനുണ്ട്, പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രം പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കിട്ടും. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോ ടോപ്പിക്കുകളും പഠിച്ചെടുക്കാൻ പറ്റും. സോ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി പഠിച്ചോ. ഈ നോട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഏറ്റവും വലിയ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററാണ്, നല്ല വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് പഠിച്ചെടുത്തോളൂ. ലിഗാൻസ് എന്താണെന്നും പല ടൈപ്പ് ലിഗാൻസ് എന്താണെന്നും പഠിച്ചില്ലേ എന്ന് ഉറപ്പുവരുത്തുക. കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറയുന്ന ടീമുണ്ട്, അവരെക്കുറിച്ചും പഠിക്കുക. അപ്പോൾ ലിഗാൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. പിന്നെ നെയിമിങ് കഴിഞ്ഞാൽ, നെയിമിങ് അവിടെ എഴുതാത്തത്, നെയിമിങ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ റൂൾസൊക്കെ പഠിക്കണമല്ലോ. നെയിമിങ് 1-2 ചോദിച്ചാലായി. ഐസോമെറിസം
ഏതെങ്കിലും ഒരു ഐസോമർസ് എന്തായാലും ചോദിക്കും. സോ സ്ട്രക്ചറൽ ഐസോമർസത്തിൽ 4 ഉണ്ടല്ലോ, ആ 4 ചിലപ്പം 4 ഡെഫിനിഷൻ എക്സാമ്പിൾ അടക്കം ചോദിക്കാറുണ്ട്. സോ ഇവിടെ എല്ലാം ഉണ്ട്: അയണൈസേഷൻ ഐസോമർ, സോൾവേറ്റ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം. ദെൻ സ്ട്രക്ചറൽ ഐസോമറിസം കഴിഞ്ഞാൽ പിന്നെ സ്റ്റീരിയോ ഐസോമറിസത്തിൽ ജിയോമെട്രിക്കൽ ഐസോമറിസം. ജിയോമെട്രിക്കലിലാണല്ലോ നമ്മൾ സിസും ട്രാൻസും പറയാറുള്ളത്. അപ്പോൾ അത് വരച്ച് നോക്കാൻ എക്സാമ്പിൾ തന്നാൽ വരച്ച് നോക്കാൻ പഠിച്ചില്ല എന്ന് ഉറപ്പിക്കുക. ഒപ്റ്റിക്കൽ ഐസോമറിസിലാണ് മിറർ ഇമേജ് ഒക്കെ ഡെക്സ്ട്രോ വരച്ചിട്ട് അതിൻ്റെ ലീവോ വരയ്ക്കുന്നത്. ഇത്രയും ഐസോമറിസമായിട്ട് ബന്ധപ്പെട്ട് അത്രയും പഠിച്ചില്ല എന്ന് ഉറപ്പിക്കുക. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ടായിട്ട് ബന്ധപ്പെട്ട തിയറി പറഞ്ഞ സയൻറ്റിസ്റ്റാണ് വേണർ. അപ്പോൾ വേണറിൻ്റെ തിയറി, ആ തിയറിയിൽ പറഞ്ഞ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. 2 മാർക്കിന് പോസ്റ്റുലേറ്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഒക്ടാഹൈഡ്രൽ ഫീൽഡും ടെട്രാഹൈഡ്രൽ ഫീൽഡിലും ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ആകുന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് വരക്കാൻ ഡയറക്റ്റായിട്ട് മോഡലിന് ഒക്ടാഹൈഡ്രൽ ഫീൽഡ് അങ്ങനെ ചോദിച്ചു തന്നു, ഡയറക്റ്റായിട്ട് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഈസി, പെട്ടെന്ന് വരച്ച് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോകരുത്. ഇതെന്തായാലും വരച്ച് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ ആ ഭാഗം വരുന്ന ടോപ്പിക്ക് മാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നതെന്നൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ സിനർജിക് ബോണ്ടിങ് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗത്ത് എപ്പോഴും അങ്ങനെ ചോദിച്ചു കണ്ടില്ല, പക്ഷേ ഇടയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. സിനർജിക് ബോണ്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അതുകൊണ്ടാണ് മെറ്റലും കാർബൺ മോണോക്സൈഡും തമ്മിലുള്ള പ്രത്യേകമായ ബോണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതും പഠിച്ചില്ല എന്ന് ഉറപ്പിക്കുക. വാലൻസ് ബോണ്ട് തിയറി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ന്യൂമറിക്കൽസിലും നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസിലും കാര്യങ്ങളിലൊക്കെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതെങ്കിലും പഠിച്ചില്ലേ. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്ന് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒക്കെയും ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉള്ള ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് തന്നെ. ദെൻ നമ്മൾ ഓർഗാനിക്കിലേക്ക് കിടക്കുമ്പോൾ പല നെയിംഡ് റിയാക്ഷൻസ് എന്തായാലും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസിൽ ഫിംഗൽസ്റ്റീൻ സ്വാഡ്സ് അതെന്താണെന്നോ ആ റിയാക്ഷൻ എന്താണെന്നോ ഞാൻ ഇതിൻ്റെ ഡെഫിനിഷനൊന്നും ഇവിടെ എഴുതാത്തത്. റിയാക്ഷൻസ് പഠിക്കുക. ഇതിനെ നിങ്ങൾക്ക് ഡെഫിനിഷൻ സെൻറ്റൻസ് ആക്കി എഴുതാൻ പറ്റുമെങ്കിൽ അത് ഡെഫിനിഷൻ നിർബന്ധമായിട്ട് എഴുതണമെന്നൊന്നുമില്ല. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ അങ്ങ് എഴുതി കൊടുത്താൽ മതി. അഥവാ അതൊരു ഹാലോജൻ എക്സ്ചേഞ്ച് ആണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി ഷോർട്ടായിട്ട് എഴുതി കൊടുക്കാം. എനിവേ നിങ്ങൾക്ക് ഇത് ഐഡിയ കിട്ടിയില്ലേ എന്ന് ഉറപ്പിക്കുക. പിന്നെ ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയാൽ മതി. അഥവാ ഇപ്പോൾ ഇത് ബ്രോമോ ഈഥെയിനാണെങ്കിൽ ബ്രോമോ ഹാലൈഡ് അല്ലെങ്കിൽ ക്ലോറോ. അപ്പോൾ ഹാലോ ആൽക്കെയിൻ, ഒരു ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് NaI ടു ഫോം അയഡോ ആൽക്കെയിൻ. ഇതാണ് ഫിംഗൽസ്റ്റീൻ. അതുപോലെ സോൾട്സും നിങ്ങൾക്ക് എഴുതാം. ദെൻ ഫ്രം ഡയസോണിയം സോൾട്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന സയൻറ്റിസ്റ്റുകളുടെ മെയിൻ ഒരാളാണ് സാൻമെയർ റിയാക്ഷൻ. ഈ ഗേട്ടർമാൻ റിയാക്ഷൻ ഈ ചാപ്റ്ററിലല്ല, പക്ഷേ അമൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഗേട്ടർമാൻ റിയാക്ഷൻ വരുന്നുണ്ട്. സാൻമെയറും ഗേട്ടർമാനും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് രണ്ടും പഠിച്ചില്ലേ എന്ന് കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക. SN1 SN2 അതിൻ്റെ മെക്കാനിസവും ഡിഫറൻസുകളും കാര്യമായിട്ട് ചോദിക്കാറുണ്ട്. ഡിഫറൻസുകളെങ്കിലും SN1 SN2 തമ്മിലുള്ള ഡിഫറൻസുകളെങ്കിലും അടിപൊളിയായിട്ട് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. വൂഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ, വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ 3 പേരും കുടുംബക്കാരാണ്. അപ്പോൾ വൂഡ്സ് റിയാക്ഷൻ പഠിച്ച് ഇനി ഫിറ്റിക് പഠിക്കാൻ നേരമല്ലോ എന്ന് പറയണ്ട. വൂഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഫിറ്റിക് എളുപ്പമാണ്, ഫിറ്റിക് പഠിച്ചു കഴിഞ്ഞാൽ അതിലേറെ എളുപ്പമാണ് വൂഡ്സ് ഫിറ്റിക്. അപ്പോൾ അത് 3 പഠിച്ചില്ലേ. ഇതൊക്കെ സയൻറ്റിസ്റ്റുകളുടെ പേരിലാണ്. അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് 95% ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാതെ പോവല്ലേ. ദെൻ സെയ്സഫ് റൂൾ, അടുത്ത സയൻറ്റിസ്റ്റ്. എന്താണ് സെയ്സഫ് റൂൾ എന്നും അതിൻ്റെ എക്സാമ്പിളും. ക്ലോറോഫോം ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം ക്ലോറോഫോമിനെ കുറിച്ച് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ. ക്ലോറോഫോം എന്തുകൊണ്ടാണ് ഡാർക്ക് ബോട്ടിൽ സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇവിടെ ഉണ്ട്. സോ അത് സെറ്റാക്കുക. ദെൻ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതും ഓർഗാനിക്കുകളുടെ കൂട്ടത്തിൽ ആൽക്കഹോൾ, ഫീനോളോ, ആൽഡിഹൈഡോ ആണ് കുറച്ചും കൂടെ എന്ത് കൂടുതലുള്ളത്, പിന്നെ വെയിറ്റേജ് കൂടുതലുള്ളത് കോർഡിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൊപ്പീനെ എങ്ങനെ നിങ്ങൾ പ്രൊപ്പൻ-2-ഓളാക്കും, പ്രൊപ്പീനെ നിങ്ങളെങ്ങനെ പ്രൊപ്പനോളാക്കും, സ്ഥിരം. അപ്പോൾ പ്രൊപ്പീനെ പ്രൊപ്പൻ-2-ഓളാക്കാൻ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണെന്നും പ്രൊപ്പീനെ പ്രൊപ്പനോളാക്കാൻ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണെന്നും എഴുതി അങ്ങ് പഠിച്ചോളുക. സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ ക്യുമീൻ, അത് ഐ തിങ്ക് പിന്നെ മോഡലിന് ചോദിച്ചെന്ന് തോന്നുന്നു. ക്യുമീന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ക്യുമീന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ചിലപ്പോൾ അതുപോലെ തന്നെ പബ്ലിക്കിന് ചോദിക്കാം. എന്താണ് ക്യുമീൻ എന്ന് ചോദിക്കാം. ക്യുമീനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ക്യുമീൻ എങ്ങനെ ഫീനോൾ ഉണ്ടാക്കാം മറക്കാതെ പഠിക്കുക. കാരണം പ്രത്യേക പേര് വരുന്ന കോമ്പൗണ്ടുകളൊക്കെ അവർ സ്ഥിരം എടുത്ത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാറുണ്ട്. ദെൻ എന്തുകൊണ്ടാണ് ആൽക്കഹോൾസിനേക്കാൾ ഫീനോളിന് അസിഡിറ്റി കൂടുതൽ? ഫീനോളിന് ബെൻസീനിങ് ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ വെച്ചാൽ റെസനൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതൊന്ന് സ്ട്രക്ചേർഡ് ആക്കി എഴുതുക. സോ എസ്റ്ററിഫിക്കേഷൻ, എന്താണ് എസ്റ്ററിഫിക്കേഷൻ ഡയറക്റ്റായിട്ട് ചോദിക്കും. ആ എസ്റ്ററിഫിക്കേഷനായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ടേമാണ് ആസ്പിരിൻ. ആസ്പിരിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് ആസ്പിരിൻ ഉണ്ടാക്കുക പഠിച്ചോളുക. ആൽക്കഹോൾസ് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, പക്ഷേ
ഒക്കെ ക്യുമീന് ആസ്പിരിൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഫോർമുല കിട്ടുന്ന രൂപത്തിൽ അങ്ങ് പഠിച്ചു വെച്ചോളുക മക്കളെ. ദെൻ ലൂക്കാസ് ടെസ്റ്റ് കണ്ടോ, നെക്സ്റ്റ് സയൻറ്റിസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് ഒക്കെ എളുപ്പത്തിൽ പഠിക്കാം. പ്രൈമറി സെക്കൻഡറി തീർച്ചയായി ആൽക്കഹോളിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്. പ്രൈമറിയിലേക്ക് ചേർത്താൽ എന്താ, സെക്കൻഡറിയിലേക്ക് ചേർത്താൽ ഇത് മാത്രമാണ് പഠിച്ചു വെച്ചാൽ സെറ്റ്. ലൂക്കാസ് റിയേജൻറ്റ് ആ മിക്സ്ചർ എന്താണെന്നും കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ലൂക്കാസ് ടെസ്റ്റും പഠിച്ചില്ല എന്ന് ഉറപ്പിക്കുക. ദെൻ ഫീനോളിൻ്റെ കുറച്ച് റിയാക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റിയാക്ഷൻസ് ആണ് ഫീനോളും ഡൈല്യൂട്ട് HNO3 തമ്മിലുള്ള റിയാക്ഷൻ. അതേ റിയാക്ഷൻ ഫീനോളും കോൺസെൻട്രേറ്റഡ് HNO3 തമ്മിലാണെങ്കിൽ എങ്ങനെ? ഫീനോളും ഡൈല്യൂട്ട് HNO3 ആണെങ്കിൽ എങ്ങനെ? ഫീനോളും കോൺസെൻട്രേറ്റഡ് HNO. ചില ആളുകളൊക്കെ പറഞ്ഞു സാർ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, സാർ അതൊന്നും പറഞ്ഞില്ലല്ലോ എവിടെയും. മക്കളെ ഇത് നമ്മൾ ബാച്ച് ലൈവിലും പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ വൺ ഷോട്ടിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടാണല്ലോ, അതിലുണ്ട് ദ ഓർത്തോ ആൻഡ് പാര ഐസോമേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഈ ചോദ്യം മോഡലിന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു. സോ എനിവേ ഫീനോളും ഡൈല്യൂട്ട് HNO3 തമ്മിലുള്ള റിയാക്ഷൻ, ഫീനോളും ഡൈല്യൂട്ടിന് പകരം കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ ഒറ്റയടിക്ക് ഈ റിയാക്ഷൻ മാറുന്നു. അപ്പോൾ പിക്രിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നു. സോ എഗെയിൻ കണ്ടോ, ക്യുമീൻ പോലെ ആസ്പിരിൻ പോലെ പുതിയൊരാൾ പിക്രിക് ആസിഡ്. അപ്പോൾ അങ്ങനെ പേരുള്ള ആളുകളെ നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചോളുക. അതിനി എക്സാമുകളിൽ നിന്ന് മാറാൻ നിൽക്കണ്ട, അത് മറക്കാൻ നിൽക്കണ്ട, അത് പല പ്രാവശ്യം എഴുതി പഠിച്ചോളുക. ദെൻ കോൾസ് റിയാക്ഷൻ, അതിൻ്റെ കൂടെ വരുന്ന റൈമർ ടൈം ആൻഡ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വില്യംസൺ സിന്തസിസ്, റോണ, RX കയറി, റോർ, നമ്മൾ ട്രിക്ക് വെച്ച് പഠിച്ച സാധനങ്ങൾ ഇതെല്ലാം പഠിക്കുക. ഈതറും വെച്ചത്, ഈതറിൻ്റെ ഭാഗത്ത് ഒരൊറ്റ റിയാക്ഷന് പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഒരൊറ്റ ടൈപ്പ് റിയാക്ഷന് പഠിക്കാനുള്ളൂ. ഈതറിലേക്ക് HX ചേർത്താൽ അഥവാ ഈതറിലേക്ക് HI ചേർത്താൽ, മോഡലിൽ അത് ചോദിക്കുകയും ചെയ്തു. സോ ഈതറിലേക്ക് HI ചേർത്ത് കഴിഞ്ഞാലുള്ള പല ടൈപ്പ് റിയാക്ഷൻ, ഐ തിങ്ക് മോഡലിന് ഇതാണ് ചോദിച്ചത്, ഈ ഭാഗമാണ് മോഡലിന് ചോദിച്ചതെന്ന് തോന്നുന്നു. എനിവേ പല ടൈപ്പ് റിയാക്ഷൻ ഞാൻ എല്ലാം പറഞ്ഞു തന്നിരുന്നു. ഈതർ പ്ലസ് HX ആയിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ഓർത്ത് വെക്കുക. ദെൻ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് കുറച്ചും കൂടെ വലിയ ചാപ്റ്ററാണ്, വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതിൽ ഒരുപാട് ടോപ്പിക്കുകൾ, കുറേ സയൻറ്റിസ്റ്റുകൾ വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ പ്രിപ്പറേഷനിൽ തന്നെ റോസൻമണ്ട് റിഡക്ഷൻ, അതുപോലെ തന്നെ സ്റ്റീഫൻ റിയാക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ പഠിച്ചില്ലേ എന്തായാലും ചോദിക്കും. എന്തായാലും ഷുവറായിട്ടും ചോദിക്കുന്ന ഭാഗമാണ് അത്, ആ ഭാഗങ്ങൾ. ദെൻ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ഇൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ. എന്തുകൊണ്ടാണ് കീറ്റോണിനേക്കാൾ ആൽഡിഹൈഡിന് റിയാക്ടിവിറ്റി കൂടുതൽ എന്നുള്ള ഭാഗം നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആൽഡിഹൈഡിൻ്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ, 2 എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നിർബന്ധമായിട്ടും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. അത് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ആൽഡിഹൈഡിന് നമ്മൾ മാരത്തോൺ ക്ലാസ്സിൽ പോയിട്ടുണ്ട്, സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കിയാൽ മതി. HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അമോണിയ ഡെറിവേറ്റീവ് NH2Z റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ 3 ടെസ്റ്റുകൾ കഴിഞ്ഞ ഇതിൽ ആൽക്കഹോളിൻ്റെ ഇതിൽ ലൂക്കാസ് ടെസ്റ്റ് പറഞ്ഞ പോലെ 3 ടെസ്റ്റുകൾ, 1 ടോളൻസ് ടെസ്റ്റ്, 2 ഫെലിംഗ് ടെസ്റ്റ്, 3 ഹാലോഫോം ടെസ്റ്റ്. 3 ടെസ്റ്റും ആൽഡിഹൈഡ് കീറ്റോണുകളുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്. പഠിച്ചില്ലേ എന്ന് സെറ്റാക്കുക. ഉറപ്പാണല്ലോ, നിങ്ങൾ പല പ്രാവശ്യം കേട്ട ടോപ്പിക്കാണല്ലോ ആൾഡോൾ കണ്ടൻസേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. കാനിസാരോ റിയാക്ഷൻ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ കാനിസാരോ റിയാക്ഷൻ്റെ എക്സാമ്പിളാണിത്. അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ നേരത്തെ ആൽക്കഹോളിനേക്കാൾ അസിഡിറ്റി കൂടുതലാണ് ഫീനോളിൽ നിന്ന്, പക്ഷേ ഫീനോളുകളേക്കാൾ അസിഡിറ്റി കൂടുതലാണ് കാർബോക്സിലിക് ആസിഡിന്. വൈ എന്ന ചോദ്യം വന്നാൽ അതിനും ആൻസർ എഴുതാൻ പറ്റണം. ദെൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് HVZ റിയാക്ഷൻ, ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. HVZ റിയാക്ഷൻ അത് പല രൂപത്തിൽ ചോദിക്കാവുന്ന ടോപ്പിക്കാണ്. അപ്പം ആകെ 10 ചാപ്റ്ററേ നമുക്കുള്ളൂ, അതുകൊണ്ടാണ് ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ചോദിക്കാൻ വരുന്നത്. നിങ്ങളിപ്പോൾ ബാക്കി സബ്ജക്റ്റുകളിലൊക്കെയാണ് 14 ചാപ്റ്ററും 13 ചാപ്റ്ററും ഒക്കെ ഉണ്ടാവും, ബയോളജിയിലൊക്കെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ അവിടെ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറയും, ഇവിടെ കൂടും, കാരണം നമുക്ക് 10 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആൾറെഡി ഇത് പഠിച്ചോ ഇതിപ്പോൾ എല്ലാം പഠിക്കണമല്ലോ എന്നല്ല, ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് ടോപ്പിക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തി അങ്ങ് പോവുക. അമൈൻസിൽ എന്തൊക്കെയാണ് സാറേ പഠിക്കാനുള്ളത്? അമൈൻസിൽ 2 സയൻറ്റിസ്റ്റുകളുടെ പേരാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത്, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, ആ റിയാക്ഷൻ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, അത് പഠിച്ചില്ലേ എന്ന് സെറ്റാക്കുക. ദെൻ ബേസിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അമൈൻസിൻ്റെ ബേസിസിറ്റി, അക്വസ് ഫേസിൽ എങ്ങനെയാണ്, വേപ്പർ ഫേസിൽ എങ്ങനെയാണ്, മീതൈൽ അമൈൻസിന് എങ്ങനെയാണ്, ഈതൈൽ അമൈൻസിന് എങ്ങനെയാണ്, അതൊന്ന് ഉറപ്പിച്ച് സെറ്റാക്കുക. കാർബൈൽ അമൈൻ റിയാക്ഷൻ അഥവാ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കാർബൈൽ അമൈൻ റിയാക്ഷൻ സെറ്റാക്കുക, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എല്ലാ ചാപ്റ്ററിലും വരുന്ന ലൂക്കാസ് ടെസ്റ്റ് പോലെ, ടോളൻസ്, ഫെലിങ്സ്, ഹാലോഫോം പോലെ അമൈൻസിൽ വരുന്ന ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ആ ഹിൻസ്ബർഗ് ടെസ്റ്റ് പ്രൈമറി, സെക്കൻഡറി, തെർഷറി അമൈനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതെങ്ങനെയാണ് സഹായിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നും കൂടെ മൈൻഡിൽ സെറ്റാക്കുക.
നൈട്രേഷൻ, എല്ലാ ചാപ്റ്ററിലും നൈട്രേഷൻ വരുന്നുണ്ട്. പക്ഷേ അമൈൻസിൻ്റെ നൈട്രേഷനിൽ മാത്രം പ്രത്യേകത, സാധാരണ നൈട്രേഷൻ നടക്കുമ്പോൾ ഓർത്തോലും പാരയിലും വരും, അല്ലെങ്കിൽ മെറ്റയിലും വരും. ഇവിടെ ഓർത്തോലും പാരയിലും മെറ്റയിലും വരുന്നുണ്ട് എന്നുള്ള പോയിന്റ് വരുന്ന നൈട്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. അമൈൻസിൻ്റെ അവസാന ഭാഗത്ത് ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡയസോട്ടൈസേഷൻ? നമ്മൾ ഡയസോണിയം ഹാലൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ അല്ലേ, അതാണ് ഡയസോട്ടൈസേഷൻ. അത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നില്ല. അപ്പോൾ ഡയസോട്ടൈസേഷൻ ഉറപ്പിക്കുക. കപ്ലിംഗ് റിയാക്ഷൻ, അതായത് നിങ്ങളുടെ ഡയസോണിയം ഹാലൈഡുമായിട്ട് ഫീനോളോ അനിലിനോ ബെൻസീനുകൾ ഒരാൾ റിയാക്ട് ചെയ്യുന്ന കപ്ലിംഗ് റിയാക്ഷൻ്റെ ഐഡിയ. ഇത് കാണുമ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്, എന്തൊക്കെയുണ്ട്, ഒന്നുമില്ല. ഇത് ജസ്റ്റ് സിമ്പിൾ. നമ്മളെ ക്ലാസ് കണ്ടിട്ട് വേഗം പഠിച്ചിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളായിരുന്നു എന്ന് വിചാരിക്കാൻ പറ്റും. മനസ്സിലാക്കി പഠിച്ച് എക്സാമിന് വന്നാൽ അടിപൊളിയായിട്ട് മാർക്ക് നേടാനും പറ്റും. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ, ബയോമോളിക്യൂൾസിൽ കാർബോഹൈഡ്രേറ്റുകളുടെ ക്ലാസിഫിക്കേഷനിൽ മോണോസാക്രൈഡുകൾ എന്താണ്, ഒളിഗോസാക്രൈഡുകൾ എന്താണ്, പോളിസാക്രൈഡുകൾ എന്താണ്, എക്സാമ്പിൾ അടക്കം പഠിച്ചോളുക. ദെൻ ഇൻവേർട്ട് ഷുഗർ, സുക്രോസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻവേർട്ട് ഷുഗർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത് എന്ന് അറിയില്ലേ എന്ന് ഉറപ്പിക്കുക. അമിനോ ആസിഡുകളുടെ 2 ടൈപ്പ്, എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ബയോളജിയിലും കൂടെ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. സിറ്റർ അയോണുമായിട്ട് ബന്ധപ്പെട്ട് അമിനോ ആസിഡിൻ്റെ ഒരു ഫോമാണ് സിറ്റർ അയോൺ, അത് നിങ്ങൾക്ക് ഉറപ്പിക്കുക. ദെൻ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി, തെർഷ്യറി, ക്വാട്ടർണറി, അത് നിങ്ങൾ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. കാരണം ചിലപ്പോൾ 2 മാർക്കിനൊക്കെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടീൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ മക്കളെ, പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ അതൊക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കാം. ഇപ്പോൾ ഇത് ബയോമോളിക്യൂൾസിൻ്റെ ചാപ്റ്റർ പറയുമ്പോൾ തീരെ കുറേ പേര് അവസാനത്തേക്ക് ആയതുകൊണ്ട് തീരെ പഠിച്ചില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററാണ്. അപ്പോൾ വെയിറ്റേജ് കുറവാണ്, പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് പോകണ്ട, എളുപ്പത്തിൽ പഠിക്കാം, അങ്ങനെ മറന്നു പോകില്ല. അതൊക്കെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, കോഴിമുട്ട പുഴുങ്ങുന്നത് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ദെൻ വിറ്റാമിൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പ്രയാസമുണ്ടോ? വിറ്റാമിൻസ് എന്താണെന്ന് പഠിക്കുക. വിറ്റാമിൻസ് പല ടൈപ്പ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ, വിറ്റാമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ, ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻ, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ പഠിക്കാം. മക്കളെ, ഇതെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ ഇതെങ്കിലും നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തിപ്പോയിക്കോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഖേദിക്കേണ്ടി വരില്ല, കുറച്ചൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരാം. മാക്സിമം എല്ലാം പഠിക്കുക. നമ്മുടെ ചാപ്റ്ററിൽ എല്ലാം ഉണ്ട്. നമ്മുടെ പിന്നെ എന്താണ് പറയുക, നമ്മുടെ ലൈവിൽ നമ്മൾ മാരത്തോൺ തന്നിട്ടുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് സെറ്റായിക്കോളൂ. നമ്മൾ എല്ലാ രാത്രികളിലും ലൈവും പോകുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കി എക്സാം ഹാളിലേക്ക് പോയിക്കോ. പിന്നെ നോ വറീസ്.